ഹലോ ഡിയേഴ്സ്, LS ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം കേട്ടോ. LS ഫാമിലി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കിനി ആദ്യം തന്നെ ഉരുളക്കിഴങ്ങും കുറച്ച് ഗ്രീൻ പീസും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും വേണം. അപ്പം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് വലുതാണെങ്കിൽ ഒരു 4 കഷ്ണമാക്കിയിട്ട് ഇടുന്നതായിരിക്കും നല്ല കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് വേകാൻ താമസം ഉണ്ടാവും. മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ: ഒരു സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ക്യാരറ്റ്. ഇവയെല്ലാം നന്നായിട്ട് തന്നെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ ഒരു ചെറിയ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇട്ടിട്ട് ഒരുപാടങ്ങും വാട്ടിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ കുറച്ചിട്ടിരുന്നു. അപ്പോൾ ഇനി ഇത് മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മസാലകളൊന്നും ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഓരോരോ നുള്ളു നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മീറ്റ് മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കുരുമുളക് പൊടി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുറച്ചൊരു എരിവൊക്കെ ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഉടച്ചതിന് ശേഷം മസാലയ്ക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരു 2 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കാം. ആ മസാലയെല്ലാം കൂടി ഉരുളക്കിഴങ്ങിലും ഗ്രീൻ പീസിലൊക്കെ നന്നായിട്ട് തന്നെ പിടിക്കത്തക്ക വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ബ്രെഡിൽ ഫില്ല് ചെയ്യാനുള്ള മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. ഇതിനി കുറച്ച് തണുത്തതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിനി ഒന്ന് തണുക്കുമ്പോഴത്തേക്കും നമുക്ക് ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇതുപോലെ അടുക്കി വെക്കുക. അതിന് ശേഷം നമുക്ക് 4 സൈഡും ഒന്ന് ബ്രൗൺ കളറിലുള്ളത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇപ്പോൾ ബ്രെഡ് നല്ല ബ്രെഡ് തന്നെ വാങ്ങുക കേട്ടോ, കുറച്ച് കട്ടിയുള്ള കുറച്ച് വലിയ ബ്രെഡ് തന്നെ വാങ്ങുക. ഞാൻ വാങ്ങിയിട്ട് ഇച്ചിരി ചെറുതായിപ്പോയി കേട്ടോ. ഇപ്പോൾ ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മസാല ചെറിയ ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലൊന്ന് ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, നിങ്ങൾക്ക് ഏതാ ഓയിൽ എന്ന് വെച്ചാൽ അതെടുക്കുക. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് കുറച്ച് മൈദ കലക്കിയിട്ട് അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് അമർത്തിയെടുക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബ്രെഡ് വാങ്ങിയത് ശരിയായിട്ടില്ല കേട്ടോ. കുറച്ചുകൂടി വലിപ്പമുള്ള ബ്രെഡാണെങ്കിൽ നമുക്ക് വൃത്തിക്ക് തന്നെ അതിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാൻ കഴിയും. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ ഉരുളകളാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടും കൂടെ വെച്ച് നന്നായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ റോളാക്കിയതിന് ശേഷം കുറച്ച് ബ്രെഡ് ക്രംസിലേക്ക് നമുക്ക് മുക്കിയെടുക്കാം. കുറച്ച് ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താണ് കേട്ടോ. അതിലോട്ടിട്ടൊന്ന് നമുക്ക് ഓരോരോ റോളാക്കി മാറ്റി വയ്ക്കാം. ഈ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും കോരിയെടുക്കാവുന്നതാണ്. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ എണ്ണയൊന്നും കുടിക്കില്ല, ബ്രെഡ് ആയതുകൊണ്ട് എണ്ണ കുടിക്കുമെന്ന് വിചാരിക്കേണ്ട കേട്ടോ, എണ്ണയൊന്നും കുടിക്കത്തില്ല. റിഫൈൻഡ് ഓയിൽ ആയതുകൊണ്ടാണോന്ന് എനിക്കറിയത്തില്ല, ഇതിലെന്തായാലും എണ്ണ കുടിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്.
അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറായപ്പോൾ നമ്മളത് കോരി മാറ്റി. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ടൊക്കെ വരുമ്പം വിശന്നൊക്കെ വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഇഷ്ടമാവും, അവർക്കൊരു സന്തോഷമാവും. അപ്പോൾ എന്തായാലും പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. സൈഡിലുള്ള ബെൽ ബട്ടണും കൂടി അമർത്തിയോ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ, കാണുമ്പോൾ തന്നെ തിരിയുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇന്നത്തെ ഈവനിങ് സ്നാക്ക്? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും. ഇപ്പോൾ ബ്രെഡ് വാങ്ങുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. കുറച്ച് വീതിയുള്ള ബ്രെഡ് തന്നെ നോക്കി വാങ്ങുക. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് റോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടത്തിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.